ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ദുബായിൽ നിന്നും നേരെ ബഹ്റിനിലേക്കാണ് വന്നത്. ബഹ്റിനിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്, പക്ഷേ എല്ലാം ഒന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പ്ലേസാണ് ബഹ്റിൻ. പാറു ഒരുപാട് സ്ഥലങ്ങൾ നേരത്തെ വന്നപ്പോഴൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ലച്ചു ഒരു തവണ മുന്നേ വന്നിട്ടുള്ളൂ. കുറേ സ്ഥലങ്ങൾ ഇനി കാണാനുണ്ട്. ബഹ്റിനിലെ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഷോപ്പിംഗ്, ഫുഡിങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. ഓരോ വർഷവും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ബഹ്റിൻ ബേയിലെ ദി അവന്യൂസിലാണ്. ഇതൊരു ഷോപ്പിംഗ് മോളാണ്. ഒറ്റ നിലയിൽ വാട്ടർ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ളൊരു ഷോപ്പിംഗ് മോളാണിത്. 2017 ഈ ഒരു മോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം വന്നതിനെക്കാട്ടിലും പുതിയൊരു സംഭവം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ബോട്ട് റൈഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതാണ് നമ്മൾ എൻട്രൻസ് വഴി അകത്തേക്ക് കയറിയിട്ട് മറ്റൊരു വഴി പുറത്തേക്ക് വന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡിങ്ങും ഷോപ്പിങ്ങും ഒക്കെ നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വന്ന് ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. ഇവിടെ ബോട്ട് റൈഡിന് ഒരു 15 മിനിറ്റിൻ്റെ ബോട്ട് റൈഡ് ഉണ്ട്. അതായത് ഈ മനാമയിലുള്ള ഒട്ടുമിക്ക ബിൽഡിങ്സും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്കൂടെ ഒരു 15 മിനിറ്റ് റൈഡിന് 2 BD ആണ്, 2 ബഹ്റിൻ ദിനാർസ് ആണ്. പിന്നെ വാട്ടർ ടാക്സി ഉണ്ട്, അതിന് 3 BD ആണ്. അത് കൂടാതെ വേറെ എന്തൊക്കെയോ റൈഡ്സൊക്കെ ഉണ്ട് കേട്ടോ. 2 പേർക്ക് പോകാൻ പറ്റുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഉള്ള ചാർജസ് എനിക്കറിയില്ല, കാരണം നമ്മളതൊന്നും തിരക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ്സൊക്കെ എടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ബോട്ടിൽ കയറിയിട്ട് രാത്രി ആ ലൈറ്റും ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ബോട്ടിൽ കൂടെ പോകാൻ പോകണം. അപ്പം നിങ്ങളും കൂടിക്കോളൂ. ഈ കാണുന്നതാണ് ബഹ്റിൻ എച്ച് ടവർ. പകൽ കാണുന്നതിനേക്കാട്ടിലും ഭംഗിയാണ് നമ്മൾ ഈ രാത്രി ലൈറ്റിങ്സ് ഒക്കെ കൂടിയിട്ട് കാണുന്നത്. 1-2 ബ്രിഡ്ജസിൻ്റെയൊക്കെ അടിയിൽ കൂടാണ് നമ്മൾ ഈ പോകുന്നത്. ബ്രിഡ്ജസ് എന്ന് പറയുമ്പോൾ ഈ ബേയും ഈ അവന്യൂനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതും, അതേപോലെ ഒരുപാട് നൈറ്റ് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്പേസസ് ഒക്കെ ഉണ്ട്. ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റ് എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ബ്രിഡ്ജസ് ഒക്കെ വരുന്നത്. ഇപ്പം നമ്മൾ റൈഡ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അവിടെ ഒരു ഏരിയ വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഈ ബോട്ടിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ മറ്റേ സൈഡിലെ വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. ഈ കാണുന്ന ട്വിൻ ബിൽഡിംഗ് ആണ് ബഹ്റിൻ വേൾഡ് ട്രേഡ് സെൻറ്റർ. ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മോളിനകത്തേക്ക് വീണ്ടും പോകണം. ആ ഒരൊറ്റ നിലയിൽ കാണുന്നതാണ് നമ്മുടെ അവന്യൂസ്. അങ്ങനെ മോളിനകത്തേക്ക് കയറി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് കരുതി. മിക്ക ബ്രാൻഡ്സിനും ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. H&Mലൊക്കെ 30-50% ഓഫ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ചീസ് കേക്ക് ഫാക്ടറിയിലേക്ക് വന്നു. 3 ഫ്ലേവറിലുള്ള കേക്ക് വാങ്ങി അതുമായിട്ട് തിരിച്ച് കാറിലേക്ക് പോയി. അത് കാറിലിരുന്ന് തന്നെ കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ അവന്യൂസിലെ വിശേഷങ്ങൾ. താങ്ക്